പൗരത്വ ഭേദഗതി നിയമം പാസാക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ? മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് 6 അയൽ രാജ്യങ്ങളിൽ നിന്ന് ആരിവിടെ വന്നിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം പൗരത്വത്തിന് അപേക്ഷിക്കാം, പൗരത്വം നൽകാം. എന്നാൽ മുസ്ലിങ്ങൾ ഒഴിച്ച്, മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാണ് നിയമം. വിവേചനത്തിന്റെ നിയമം, പക്ഷപാതിത്വത്തിന്റെ നിയമം, അത് രാജ്യം മുഴുവൻ ചോദ്യം ചെയ്യപ്പെട്ട നിയമമാണ്. ആ ഒരു നിയമം ഇവിടെ പാസാക്കപ്പെട്ട സാഹചര്യത്തിലാണ് 9ാമത്തെ SIR നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ വോട്ടവകാശത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നതോടുകൂടി, ആ ലിസ്റ്റിലില്ല എന്ന് വരുന്നതോടുകൂടി അത് അവസാനം അടുത്ത ഒരു പ്രാവശ്യം ഇപ്പൊ ചോദിക്കുന്നത് ഏതാ? 2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്നായിരിക്കും അടുത്ത തലമുറയോട് അടുത്ത SIRന്റെ സമയത്ത് ചോദിക്കുക. അപ്പൊ നമ്മൾ അതിലില്ലെങ്കിലോ, നീ ഇവിടെയുള്ളവനല്ല, നിന്റെ വാപ്പ ഇവിടെയുള്ളവനല്ല. അത് നേരിട്ട് പൗരത്വത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. വോട്ടർ പട്ടികയുടെ അടിസ്ഥാനം പൗരത്വമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് പൗരത്വത്തിന്റെ അടിസ്ഥാനം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നതായിരിക്കാനാണ് സാധ്യത എന്ന് മറ്റു രാജ്യങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ വെച്ചുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാരമായി വോട്ടർ പട്ടിക പുതുക്കലായി കാണാതെ ഇത് നമ്മുടെ അടിസ്ഥാന രേഖയായ പൗരത്വവുമായി ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ആ വിഷയത്തിൽ ഇടപെടേണ്ടത്.